dears, welcome to Twins World. ഇന്ന് ഞാനൊരു അടിപൊളി തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓവനും ഗ്രില്ലും ഒന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളി തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയ ഒരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാനൊരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ച് ഏകദേശം ഒരു 15 പീസ് ഉണ്ട്. അത് നന്നായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് മസാലയൊക്കെ തേക്കുമ്പം നല്ലോണം ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീനൊക്കെ വരിയുമ്പോൾ തന്നെ ഓരോ പീസും വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. എരിവ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. ഈ എരിവ് തീരെ ആവശ്യമില്ല എന്നാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് മസാല വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇനി നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായി പിടിച്ചോട്ടെ. എന്നിട്ട് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെക്കുക. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണ്. പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ, നിർബന്ധമില്ല. എന്നാലും എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റിന് ശേഷം ചിക്കൻ എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഫ്രൈ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ചിക്കൻ ഇടാം കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ പീസ് ചിക്കനായിട്ട് ഇടുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. വളരെ ഈസി അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്തൂരി ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ആ സ്മോക്കി എഫക്റ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ബേണറിൻ്റെ മേലെ ഒരു ചാർക്കോളിൻ്റെ പീസ് വെച്ച് കത്തിക്കാം. എനിക്കിവിടെ വട്ടത്തിലുള്ള ചാർക്കോളാട്ടോ കിട്ടുക.
കത്തിച്ചിട്ട് നല്ല കനലായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ചിക്കൻ നമ്മൾ ഒരു ബൗളിലാക്കിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ചാർക്കോൾ വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ആ കനലിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലോണം പുകഞ്ഞു വരും, ആ സ്മോക്ക് നല്ലോണം വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പാന് അല്ലെങ്കിൽ ബൗള് മൂടി വെച്ചേക്കുക. കണ്ടോ, ഉള്ളിൽ നല്ല പുക വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഏകദേശം 1 മിനിറ്റ് വെക്കണം. ഇനി നമ്മളിത് തുറന്ന് നോക്കാൻ പോവാണ്. നല്ല അടിപൊളി തന്തൂരി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓവനും ഗ്രില്ലും ഒന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളി തന്തൂരി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അതും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.